ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ എനിക്ക് അസുഖമായിരുന്നു, BP ഒക്കെ കൂടി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു തക്കാളി ചമ്മന്തി കേട്ടോ, തക്കാളി ചമ്മന്തി. അപ്പോൾ ഇത് നമുക്ക് ചോറ് ചില സന്ദർഭത്തിൽ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനും മുരിഞ്ഞ ദോശ കഴിക്കാനും ഇഡലി കഴിക്കാനും അപ്പം കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ല രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. പെട്ടെന്നല്ല, ഇച്ചിരി സമയം എടുക്കും. പിന്നെ നല്ലൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 എടുത്ത്. 2 വലുതാണെങ്കിൽ 2 മതി കേട്ടോ. നമ്മളൊരു 3-4 ദിവസത്തേക്ക് ഒരു 3-4 പേരുള്ള ഫാമിലിക്ക് കഴിക്കത്തക്ക രീതിയിലുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ദാണ്ടെ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാമോളം കാണും ഇത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ ഉള്ളി എത്ര എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ദാണ്ടെ ഒരു 3-4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടേ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക്. പിന്നെ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കായപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്. കായപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പം ചട്ടി ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നിന്ന് ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മതി. അതേ എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ എണ്ണയ്ക്കകത്ത് നിന്ന് പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം ഈ തക്കാളി ഇട്ടൊന്ന് പിന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ തൊലി കളയണം. നമുക്ക് ഈ തക്കാളി നമ്മൾ കറിക്കകത്തൊക്കെ ഇടുമ്പോൾ തക്കാളിയുടെ തൊലി നമ്മൾ എടുത്ത് കളയും. ഇങ്ങനെ ചമ്മന്തി അരച്ച് വെച്ചാൽ നമ്മൾ തൊലി കളയുന്നില്ലല്ലോ. അത് മൂപ്പിച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് ഇതിൻ്റെ തൊലി കളയാം. അതിന് ശേഷം നമ്മൾ ചേർക്കത്തുള്ളൂ കേട്ടോ. വെള്ളമയം ഉണ്ടെങ്കിൽ പൊട്ടിക്കഴിക്കും. വെള്ളമയം ഇല്ലാതെ ഒട്ടും ഇല്ലാതെ വേണം നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കാൻ. എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ച് വിടും, പണി കിട്ടും. അപ്പോൾ ഗ്യാസ് സിമ്മിൽ ഇട്ടേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ ചെയ്യുമ്പോഴേ. അപ്പോൾ ഈ തക്കാളി നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു തൊലി ഉപയോഗിക്കരുത്. കാരണം കിഡ്നി സ്റ്റോണ് പിന്നെ കാൽസ്യം ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, തൊലി കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം മൂപ്പിക്കാനായിട്ടേ. ചെറിയ ഉള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ ചേർത്തുള്ളൂ. 3 ചെറിയ തക്കാളിയല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അനുസരിച്ചുള്ളത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു 3 ദിവസം ഒക്കെ വെച്ചിരുന്ന് കഴിക്കാം ഇത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഫാമിലി ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഉള്ളിയുടെ അളവ് കൂട്ടാം. ഇതിപ്പോൾ ഒരു 150 ഗ്രാം ഉണ്ടായിരുന്നേ. ഈ ചെറുള്ളിക്കകത്തുള്ള വെള്ളമയമൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ആദ്യം ചെറിയ ഉള്ളി ഇട്ട്, ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും, ഇട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടത്തുള്ളേ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ആ പച്ചമുളക് കൂടെ അങ്ങ് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലതാണ്, നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. ഏത് ഭക്ഷണത്തിലും നമ്മൾ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോഴേ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഒരു പിഞ്ച് ഉപ്പ്. നമ്മൾ ഈ ഉപ്പും എണ്ണയൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, വെളിച്ചെണ്ണ ഒക്കെ. കാരണം നമുക്കൊക്കെ മനസ്സറിയാതെ നമ്മളൊക്കെ പറയും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം, ഉപ്പ് കൂടുതൽ ഉപയോഗിക്കണം എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ വരും, നമുക്ക് പണി കിട്ടും കേട്ടോ. ഏതുവഴിയാണ് പണി വരുന്നത് അറിയത്തില്ല. BP സഡൻ കൂടും, പെട്ടെന്ന് BP കൂടും. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉപ്പും എണ്ണയും ഒക്കെ മിതപ്പെടുത്തി ഞാനിപ്പോൾ 2 ടീസ്പൂൺ എണ്ണയ്ക്കകത്താണ് ഇത് കണ്ടത്. ടീസ്പൂണാണ് എണ്ണയ്ക്കകത്ത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വകന്ന് മാറ്റിയിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അധികം മുളക് പൊടി അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇതിന് നടുക്കോട്ട് ഞാനൊരു 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കണം. 3 ടീസ്പൂൺ
3 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണാണ്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ഇട്ടത്. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് കായപ്പൊടി ഒരു 1/2 സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കാം. കായപ്പൊടി നല്ലത് തന്നെ കേട്ടോ, നല്ല ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇതൊന്ന് മൂപ്പിക്കട്ടെ. ഈ എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ കുറച്ചെണ്ണയും കൂടെ ചേർക്കാം കേട്ടോ. ഈ മുളകൊന്ന് മൂക്കണമല്ലോ, കൊണ്ട് ഞാൻ ഒരു ലേശം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും. 1 ലിറ്റർ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് 3 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് നന്നായിട്ട് മൂക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണം, പക്ഷെങ്കിൽ ഇത്രയും മതി കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ കണ്ടില്ലേ നമ്മുടെ പിന്നെ മുളക് പൊടിയും മൂത്തു, കായപ്പൊടിയും ഇതിനകത്ത് കിടന്ന് മൂത്തു. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പ് വേണമല്ലോ. ആ 1/2 സ്പൂൺ. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. നമുക്കിനിയും വേണമെങ്കിൽ കടുക് താളിക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഉപ്പും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക്, കാരണം ഞാൻ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചതിൻ്റെ തൊലി കളഞ്ഞായിരുന്നല്ലോ, ആ തക്കാളി ഞാനെടുത്ത് തൊലി കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തിട്ട് നമ്മൾ ഇത് പിന്നെ മുളക് പൊടിയും ഒക്കെ മൂക്കുന്നതിന് മുമ്പ് ഇതിട്ടാൽ മുളക് പൊടി മൂക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മുളക് പൊടിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ എപ്പോഴും തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ല ഈ തക്കാളിയുടെ വെള്ളത്തിൽ ആ മുളക് പൊടി ഒന്നും മൂക്കത്തില്ല. പിന്നെ ആ വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, എരിവും എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഈ പഞ്ചസാര അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴത്തേന് ഈ തക്കാളി ഇതിനകത്തോട്ടങ്ങ് വെന്ത് ചേർന്ന് എണ്ണ തെളിയും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇരുന്ന് ഇതൊന്ന് വെന്ത് തക്കാളിയും അരപ്പെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ എണ്ണ അപ്പോൾ തെളിഞ്ഞു വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കുന്നുണ്ടോന്ന് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരുന്ന കേട്ടോ. ഇതാ കണ്ടോ, അടിക്കൊന്നും പിടിച്ചില്ല. എണ്ണ തെളിഞ്ഞെല്ലാം വന്നു. തക്കാളി ഒന്ന് വേവണം. അപ്പോൾ കുറച്ചുകൂടി തന്നിരിക്കട്ടെ കേട്ടോ, എന്നാലേ തക്കാളി ഒന്ന് വെന്ത് ചേരത്തുള്ളൂ. പഞ്ചസാര ഇവിടെ എല്ലാം അലിഞ്ഞ് ചേർന്ന് തക്കാളിയുടെ വെള്ളം എല്ലാം കൂടെ അലിഞ്ഞ് ചേർന്ന് അത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു ഉപ്പൂടെ നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ്. ഒരു ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടി ഈ തക്കാളിയുടെ വെന്ത് ചേരണ്ടേ. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഉണ്ടല്ലേ. അപ്പം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം ഞാൻ. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി ശരിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടെല്ലാം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഒന്ന് താളിക്കണം. നമുക്കൊന്ന് അരയ്ക്കണമല്ലോ. ഇതിങ്ങനെ കരട് പോലെ കിടക്കുകയല്ലേ ഇതെല്ലാം. തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തതാണ്. നമുക്കിതൊന്ന് അരയ്ക്കാം. ഈ മിക്സിക്കകത്തിലോട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് താളിക്കാം. ഞാനത് മിക്സിക്കകത്തൊന്ന് അരയ്ക്കാൻ പോകുന്നത്. അരച്ചുകൊണ്ട് വരാം. നമ്മുടെ തക്കാളി ചട്നി റെഡിയാക്കാനായിട്ട് കടുക് താളിക്കാനായിട്ട് ഞാൻ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, നേരത്തെ നമ്മൾ 2 ടീസ്പൂൺ എടുത്തു, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. അത്ര എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനങ്ങ് എടുത്തതന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ടു കേട്ടോ. ഇച്ചിരി കടുക് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു,
അപ്പോൾ നമുക്കിതിലേക്ക് ഈ ചമ്മന്തി നല്ല അരച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ നമ്മൾ ഒട്ടുമേ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എങ്കിലും എണ്ണയൊന്ന് തെളിഞ്ഞ് വരട്ടെ. നമുക്ക് ജസ്റ്റ് ഒരു 3 ദിവസത്തേക്കേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ അത് അടച്ചു വെച്ചിരുന്ന് പുറത്ത് വെച്ച് സൂക്ഷിച്ചാൽ മതി. കുപ്പിക്കകത്തൊന്നും ആക്കി വെക്കേണ്ട കാര്യമില്ല. കുറച്ചല്ലേ ഉള്ളൂ, ചട്നിയല്ലേ. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി വെള്ളമെല്ലാം പറ്റി. വെള്ളം ഇതിനകത്തില്ലായിരുന്നല്ലോ, ഇതിനകത്ത് ഇച്ചിരി വെള്ളമായി തക്കാളിയുടെയും ഒക്കെ എല്ലാം ഉള്ളായിരുന്നു. അപ്പം ഇതേ രീതിയിലാണ് കിട്ടേണ്ടത് കേട്ടോ. ഈ ടെക്സ്ചറിൽ വേണം. അപ്പോൾ ഇത് നമ്മൾ 2, 3, 4 ദിവസം നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ, കേടാവത്തി. എല്ലാവർക്കും എൻ്റെ തക്കാളി ചട്നി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഓളെന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും മക്കളെ എൻ്റെ നന്ദി, നമസ്കാരം.